ഹരേ കൃഷ്ണ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എന്താണ് 3 ചോദ്യങ്ങൾ 3 ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടാണ് നമ്മൾ നിർത്തിയത്. എന്തൊക്കെയായിരുന്നത്? ഞാനിത് ആരുടെ സന്തോഷത്തിന് വേണ്ടിയാണ് ചെയ്യുന്നത്? ഇതിൻ്റെ ഫലം കൃഷ്ണനുമായിട്ട് ബന്ധിപ്പിക്കാൻ കഴിയുമോ? പിന്നെയോ ഈ പ്രവർത്തനം എന്നെ കൃഷ്ണനോട് അടുപ്പിക്കുമോ അതോ അകറ്റുമോ? ഈ 3 ചോദ്യങ്ങൾ എന്തിനു വേണ്ടിയിട്ടായിരുന്നു? നമ്മുടെ ജോലി എന്താണ്, ഭക്തിയാണോ അതോ ഫലാസക്തിയാണോ എന്ന് തിരിച്ചറിയാൻ വേണ്ടിയിട്ട് സഹായിക്കും. അപ്പം തത്വജ്ഞാനിയായിട്ടുള്ള വ്യക്തി ശരീരവും പിന്നെയോ ആത്മാവും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കുന്നു. എന്നാൽ ഭൗതിക പ്രകൃതിയുടെ ഗുണങ്ങളാൽ മോഹിതരായവരെന്താണ് ചെയ്യുന്നത്? അല്ലെങ്കിൽ അവരോട് ഒരു ജ്ഞാനി എങ്ങനെ പെരുമാറണം? അപ്പം അതിന് കൃഷ്ണൻ അടുത്ത ശ്ലോകത്തിൽ ഉത്തരം പറയുകയാണ്. 29ാമത്തെ ശ്ലോകം. പ്രകൃതേർ ഗുണസമ്മൂഢ സജ്ജന്തേ ഗുണകർമ്മസു താന കൃഷ്ണ വിദോ മന്ദ കൃഷ്ണവിന്ന വിചാലയേ. ഭൗതിക പ്രകൃതിയുടെ ഗുണങ്ങളാൽ പ്രകൃതേ ഗുണസമ്മൂഢ, ഭൗതിക പ്രകൃതിയുടെ ഗുണങ്ങളായിട്ട് എന്താണ് മോഹിതരായിട്ടുള്ള അജ്ഞാനികൾ എന്ത് ചെയ്യും? സജ്ജന്തേ ഗുണകർമ്മസു, ഭൗതിക പ്രവർത്തനങ്ങളിൽ പൂർണ്ണമായി ഏർപ്പെടുകയും പിന്നെയോ താന കൃഷ്ണ വിധോ മന്ദാൻ കൃഷ്ണവിൻ ന വിചാലയേ, ഭൗതിക പ്രവർത്തനങ്ങളിൽ പൂർണ്ണമായി ഏർപ്പെടുകയും പിന്നെ അവയിൽ ആസക്തരാകുകയും ചെയ്യുന്നു. അവരുടെ അറിവില്ലായ്മ കാരണം എന്ത്? അവരുടെ പ്രവർത്തനങ്ങൾ താഴ്ന്നതാണെങ്കിലും ജ്ഞാനിയായ വ്യക്തി എന്ത്? അവരെ അസ്വസ്ഥരാക്കരുത് എന്നാണ് പറയുന്നത്. അല്ലേ? ആ 3 ഗുണങ്ങളിലും അഡിക്റ്റായവരെന്ത്, അല്ലെങ്കിൽ ആസക്തരായവർ എന്താണ്? ആ ഭൗതിക പ്രവർത്തനങ്ങളിലാണ് കൂടുതലും മുഴുകുന്നത്. അപ്പോൾ ജ്ഞാനിയായ ഒരു വ്യക്തി അവരെ അസ്വസ്ഥരാക്കരുതെന്നാണ് പറയുന്നത്. അപ്പം അതിനെക്കുറിച്ച് എന്താണ് ഒരു വിശദീകരണം നമുക്ക് നോക്കാം, എന്താണ് ഈ ഉദ്ദേശിക്കുന്നതെന്ന്. അപ്പം ഭൗതിക പ്രകൃതിയിൽ മോഹിതനായ വ്യക്തി എന്താണ് ചിന്തിക്കുക? ഈ ശരീരമാണ് ഞാനെന്ന് ചിന്തിക്കുന്നു. അപ്പം അതിനാൽ അവൻ്റെ തിരിച്ചറിവുകൾ എങ്ങനെയായിരിക്കും? അപ്പം ഞാൻ ഈ ശരീരമാണെന്ന് ചിന്തിക്കുന്ന ഒരാൾ എങ്ങനെയായിരിക്കും അതിൻ്റെ തിരിച്ചറിവുകൾ? ഞാൻ ഈ ശരീരമാണ്, അല്ലേ? ഇവർ എൻ്റെ ബന്ധുക്കളാണ്, പിന്നെയോ ഈ ഭൂമി എൻ്റേതാണ്, എൻ്റെ ശരീരത്തിൻ്റെ സുഖമാണ് ഈ ഒരു ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ ലക്ഷ്യം, എൻ്റെ സമൂഹവും രാജ്യവും മാത്രമാണെന്ത് എനിക്ക് പ്രധാനം. ഇതൊക്കെ എന്തുകൊണ്ടാണ് ചിന്ത വരുന്നത്? ഈ ശരീരമാണെന്നുള്ള ചിന്ത കാരണം. അപ്പം പ്രഭുപാദർ ഇതിൻ്റെ ഭാവാർത്ഥത്തിൽ പറയുന്നുണ്ട്. എന്താണ് പറയുന്നത്? ശരീരത്തെ ആത്മാവായിട്ട് തെറ്റിദ്ധരിക്കുന്ന വ്യക്തി എന്ത് പറ്റും? ഭൗതിക പദവികളിൽ കുടുങ്ങിപ്പോകുന്നു. അപ്പോൾ ഏതൊരു വ്യക്തിയാണോ ശരീരത്തോട് ആസക്തി ഉള്ളത്, അല്ലെങ്കിൽ ശരീരമാണ് എല്ലാം എന്ന് കരുതി ജീവിക്കുന്നത്, ആ വ്യക്തിക്ക് എന്താവും? ഉറപ്പായിട്ടും എത്ര ഭക്തി എന്തൊക്കെ കാര്യങ്ങളുണ്ട് എന്ന് പറഞ്ഞാലും എന്ത്, ആ ഭൗതിക പദവികളിൽ കുടുങ്ങി പോകുന്നു. അപ്പോൾ സാമൂഹിക സേവനം, ദേശീയത, പരോപകാരം തുടങ്ങിയവ എന്ത്, ആത്മീയജ്ഞാനമില്ലാതെ ശരീരകേന്ദ്രമായിട്ടുള്ള ആ ശരീരകേന്ദ്രിതമായ തലത്തിൽ മാത്രം നിൽക്കുന്നതാണ്. അല്ലെങ്കിൽ അതുകൊണ്ട് എന്താണ്, ആ ചിന്തയിൽ മാത്രം നമുക്ക് നിൽക്കാൻ വേണ്ടിയിട്ട് സാധിക്കൂ. എന്നാൽ ആത്മീയജ്ഞാനമുള്ളവർ എന്ത്, ആത്മീയജ്ഞാനമുള്ളയാൾ എന്താണ്? അത്തരക്കാരെ വെറുക്കുകയോ അപമാനിക്കുകയോ ചെയ്യരുത്. അവരെന്ത് ക്രമേണ ഉയർത്താൻ വേണ്ടിയിട്ട് ശ്രമിക്കണമെന്നാണ് പറയുന്നത്. നമ്മളിവിടെ പറഞ്ഞു വന്നത് എന്താണ്? ശരീരത്തെ ആത്മാവായിട്ട് തെറ്റിദ്ധരിക്കുന്ന വ്യക്തി എന്താവും? ഭൗതിക പദവികളിൽ കുടുങ്ങിപ്പോകുന്നു. അതെങ്ങനെയാണ്? സാമൂഹിക സേവനം,
ദേശീയത, പരോപകാരം തുടങ്ങിയവ എന്ത് ആത്മീയജ്ഞാനമില്ലാതെ ശരീരകേന്ദ്രിതമായ തലത്തിൽ മാത്രം നിൽക്കാം എന്നാണ് പറയുന്നത്. എന്നാൽ ആത്മീയജ്ഞാനമുള്ളയാൾ അത്തരക്കാരെ എന്ത് വെറുക്കുകയോ അപമാനിക്കുകയോ ചെയ്യരുത് എന്നാണ് പറയുന്നത്. അങ്ങനെ നിൽക്കുന്ന വ്യക്തികളെ, ഈ ഭൗതിക പദവികളിൽ കുടുങ്ങിപ്പോകുന്ന വ്യക്തികളെ എന്താണ് ആത്മീയജ്ഞാനമുള്ളയാൾ എന്ത് വെറുക്കുകയോ അപമാനിക്കുകയോ ചെയ്യരുത്. അതിന് പകരം പിന്നെന്താണ് വേണ്ടത്? അവരെ ക്രമേണ ഉയർത്തുവാൻ വേണ്ടിയിട്ട് ശ്രമിക്കണമെന്നാണ് പറയുന്നത്. അപ്പം ഭക്തന്മാർ അജ്ഞാനികളോട് സംസാരിക്കുമ്പോഴെന്ത് പലവിധ ബുദ്ധിമുട്ടുകളും അപകടങ്ങളും സ്വീകരിക്കുന്നത് എന്ത് അവരുടെ കരുണ കൊണ്ട് മാത്രമാണെന്നാണ് പ്രഭുപാദർ ഇവിടെ പറയുന്നത് അല്ലേ. അപ്പം ഭക്തന്മാർ ജ്ഞാനമില്ലാത്തവരോട് സംസാരിക്കാറുണ്ട്, പല ബുദ്ധിമുട്ടുകളിലൂടെയും കടന്നു പോകാറുണ്ട്, പല അപമാനങ്ങളും കേൾക്കാറുണ്ട്, അപമാനങ്ങൾ സഹിക്കാറുണ്ട്. അപ്പം ഇതെല്ലാം എന്തിനു വേണ്ടിയിട്ടാണ്? എന്തുകൊണ്ടാണ്? ആ ജ്ഞാനി അല്ലെങ്കിൽ ആ ഭക്തൻ്റെ കരുണയാണ് അവിടെ കാണിക്കുന്നത്, കരുണയാണ് അവിടെ പ്രകടിപ്പിക്കുന്നത്. അപ്പം ആത്മീയ ജ്ഞാനം, ഒരു വ്യക്തിക്കൊരു ആത്മീയ ജ്ഞാനം ലഭിച്ചാൽ, ഒരു ഭക്തിമാർഗത്തിൽ നല്ലതുപോലെ പുരോഗമിച്ചു കഴിഞ്ഞാൽ എന്താണ് വേണ്ടത്? ആത്മീയ ജ്ഞാനം അഹങ്കാരമാക്കരുത്. അപ്പം ഭക്തി പരിശീലിക്കാൻ തുടങ്ങിയ ശേഷം മറ്റുള്ളവരെ നോക്കിയിട്ട് നമ്മൾ അവരെ കളിയാക്കരുത് എന്നാണ്. അല്ലെങ്കിൽ പലരും പറയാറുണ്ട്, ആത്മീയ ജ്ഞാനം ലഭിച്ചു കഴിഞ്ഞാൽ, ആത്മീയതയിൽ കുറച്ചൊന്ന് പുരോഗമിച്ചാൽ പറയും മറ്റേയാളെ നോക്കിയിട്ട് അവർ മായയിലാണ്, അവർക്കൊന്നും അറിയില്ല അല്ലേ, ഞാൻ അവരെക്കാട്ടിൽ വലിയ ഭക്തരാണ്. അപ്പം എന്ന് ചിന്തിച്ചാൽ നമ്മുടെ ജ്ഞാനം എന്തായിട്ടാണ് മാറുന്നത്? അത് അഹങ്കാരമായിട്ട് മാറും. അപ്പം യഥാർത്ഥ ജ്ഞാനം വന്നാൽ എന്താണ് സംഭവിക്കേണ്ടത്? അവിടെ അഹങ്കാരമല്ല വർദ്ധിക്കേണ്ടത്, മറിച്ച് എന്താണ്? കരുണ വർദ്ധിക്കണം, മറ്റുള്ളവരോട് കരുണ വർദ്ധിക്കണം അല്ലേ. മറ്റുള്ളവരെ സഹായിക്കാനുള്ളൊരു മനോഭാവം ഉണ്ടാവണം, മറ്റുള്ളവരെ കൂടിയിട്ട് ആത്മീയ ജ്ഞാനത്തിലേക്ക് ഉയർത്താൻ വേണ്ടിയിട്ട് ശ്രമിക്കണം. അപ്പം ഒരു ഡോക്ടർ ഒരു രോഗിയെ നോക്കിയിട്ട് ഇവന് രോഗമുണ്ട്, അതുകൊണ്ട് ഞാൻ ഇവനെ വെറുക്കുന്നു എന്ന് ഒരിക്കലും പറയില്ല. അവൻ എന്താണ് ചിന്തിക്കുന്നത്? ആ രോഗിയെ എങ്ങനെ സുഖപ്പെടുത്താമെന്നാണ് ചിന്തിക്കുന്നത്. അപ്പം അതുപോലെയാണ് ഭൗതിക ബോധത്തിലുള്ള ആളുകളെ കണ്ടാൽ ഒരു ഭക്തനെ സംബന്ധിച്ചിടത്തോളം പരിഹസിക്കരുത് എന്ന് പറയുന്നത്. അപ്പം എന്താണ് നമ്മൾ ചെയ്യേണ്ടത്? ഇവരെ എങ്ങനെ സഹായിക്കാം, ഇവരെ എങ്ങനെ കൃഷ്ണൻ്റെ നാമവുമായിട്ട് ബന്ധിപ്പിക്കാം എന്നാണ് ചിന്തിക്കേണ്ടത്. അല്ലെങ്കിൽ ഇവർക്ക് എങ്ങനെ നമ്മൾ കൃഷ്ണൻ്റെ നാമം പറഞ്ഞു കൊടുക്കാം എന്നാണ് ചിന്തിക്കേണ്ടത്. ഇപ്പോൾ ഇവിടെ ഒരു ചെറിയ കഥ കൂടി പറയാം. ഒരു കെട്ടിടത്തിൻ്റെ 10ാം നിലയിൽ ഒരാൾ നിൽക്കുന്നു എന്ന് കരുതുക. അപ്പം വേറൊരാൾ എവിടെ നിൽക്കുന്നു? 1ാമത്തെ പടിയിൽ നിൽക്കുന്നു. അപ്പം 10ാം നിലയിൽ നിൽക്കുന്ന വ്യക്തി വിളിച്ചു പറയുന്നത് ഉടനെ ആ 1ാം നിലയിൽ നിൽക്കുന്ന വ്യക്തിയോട് പറയും, ഉടനെ നീ ഇവിടെ വരാൻ വേണ്ടി പറയും. എന്നിട്ട് അവനെ ശക്തമായിട്ട് മുകളിലേക്ക് വലിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കും. അപ്പോൾ അതിൻ്റെ അനന്തരഫലം എന്താണ് ഉണ്ടാകുന്നത്? ഈ താഴത്തെ നിൽക്കുന്ന വ്യക്തി തെന്നി വീഴും. പിന്നീട് ജ്ഞാനിയായിട്ടുള്ള മറ്റൊരാൾ വന്നിട്ട് പറയും, ആദ്യം നീ അടുത്ത പടിയിൽ കാൽ വെക്കൂ, എന്നിട്ട് അടുത്ത പടിയിൽ കാൽ വെക്കൂ. അങ്ങനെ ഓരോ പടികളും കാണിച്ചു കൊടുക്കും. അങ്ങനെ ഓരോ പടിയും കയറി ചെന്നിട്ട് അവൻ മുകളിലേക്ക് എത്തിച്ചേരും. അപ്പം ആത്മീയ ജീവിതത്തിലും എല്ലാവരും ഒരേ സ്ഥാനത്തല്ല. ഒരാളെ സംബന്ധിച്ചിടത്തോളം ഒരു നാമമേ ജപിക്കാൻ പറ്റൂ, അല്ലെങ്കിൽ ഒരു മാലയെ ജപിക്കാൻ കഴിയൂ. മറ്റൊരാൾക്ക് 16 മാല ജപിക്കാൻ വേണ്ടിയിട്ട് കഴിയും. ഒരാൾ ആദ്യമായിട്ട് ഭഗവത്ഗീത കേൾക്കുന്നു, മറ്റൊരാൾ വർഷങ്ങളായിട്ട് പഠിക്കുന്നു. അപ്പം എല്ലാവരിൽ നിന്നും നമ്മൾ ഒരേ നിലവാരം ഉടൻ പ്രതീക്ഷിക്കരുത്. എന്നാലോ നിങ്ങൾ നിൽക്കുന്നിടത്ത് തന്നെ നിന്നാൽ മതി എന്നും പറയരുത്. ശരിയല്ലേ? അപ്പം വേണം? അടുത്ത പടി കാണിച്ചു കൊടുക്കണം. അപ്പം ആളുകളുടെ തെറ്റുകൾ മാത്രം ചൂണ്ടിക്കാണിക്കുന്നതിന് പകരം അവർക്ക് ചെയ്യാവുന്ന ഒരു നല്ല ആത്മീയ പ്രവർത്തനവും നമ്മൾ അവർക്ക് വേണ്ടിയിട്ട് നൽകണം. നമ്മൾ അതുകൊണ്ടാണ് എല്ലാവരോടും പറയുന്നത് പതിയെ ആയാലും മതി അല്ലേ. നിങ്ങൾ ഉടനടി 16 മാല ജപിക്കണമെന്നോ 24 മണിക്കൂറും ഭക്തി പരിശീലിക്കണമോ ഒന്നും പറയുന്നില്ല. നിങ്ങൾ പടിയായിട്ട് മുന്നേറാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. കാരണം ഈ ഭൗതിക മാലിന്യം നമ്മളെല്ലാവരെയും ബാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് പെട്ടെന്ന് ഒരു ദിവസം നമുക്ക്
ഒരു ഭക്തനാവാൻ വേണ്ടിയിട്ട് നമുക്ക് സാധിക്കുകയില്ല. അപ്പം ആളുകളുടെ തെറ്റുകൾ നമ്മൾ ചൂണ്ടിക്കാണിക്കുന്നതിന് പകരം അതിനോടൊപ്പം അവർക്ക് ചെയ്യാവുന്ന ഒരു നല്ല ആത്മീയ പ്രവർത്തനം കൂടി നൽകുക, അല്ലേ? ഹരേ കൃഷ്ണ മഹാമന്ത്രം ജപിക്കാൻ വേണ്ടിയിട്ട് പറയുക, പിന്നെ പ്രസാദം നൽകുക, ഒരു ലളിതമായ ഭഗവത്ഗീത സന്ദേശം പങ്കുവെക്കുക, പിന്നെയോ സത്സംഗത്തിലേക്ക് ക്ഷണിക്കുക, പിന്നെ ഒരു ചെറിയ സേവനം അവർക്ക് നൽകുക. അപ്പം യഥാർത്ഥ ജ്ഞാനത്തിൻ്റെ ലക്ഷണം എന്താണ്? മറ്റുള്ളവരെ കുറ്റപ്പെടുത്തലല്ല, മറിച്ച് എന്താണ്? അവരെ ഉയർത്താനുള്ള കരുണയാണ് കാണിക്കേണ്ടത്. അപ്പം ഇതുവരെ കൃഷ്ണൻ മറ്റുള്ളവരെ എങ്ങനെ നയിക്കണമെന്ന് പഠിപ്പിച്ചു. ഇനി അർജുനൻ സ്വന്തം കർത്തവ്യം എങ്ങനെ ചെയ്യണമെന്ന് ഭഗവാൻ നേരിട്ട് പറയുകയാണ്. അപ്പം 3-ാം അധ്യായത്തിൻ്റെ ഹൃദയമായിട്ട് കണക്കാക്കാവുന്ന ശക്തമായ നിർദ്ദേശമാണ് എവിടെയുള്ളത്? അടുത്ത ശ്ലോകത്തിലുള്ളത്. 30-ാമത്തെ ശ്ലോകം. മയി സർവാണി കർമാണി സന്യാസ്യാധ്യാത്മചേതസ നിരാശീർ നിർമ്മമോ ഭൂത്വാ യുദ്ധ്യസ്വാ വിഗതജ്വര. ഇവിടെ ഭഗവാൻ പറയാണ്, അതിനാൽ ഹേ അർജുന, മയി സർവാണി കർമാണി സന്യസ്യാധ്യാത്മചേതസ നിരാശീർ നിർമ്മമോ ഭൂത്വാ യുദ്ധ്യസ്വ വിഗതജ്വര. എന്നെക്കുറിച്ചുള്ള പൂർണ്ണ ജ്ഞാനത്തോടെ നിന്റെ എല്ലാ പ്രവർത്തനങ്ങളും എന്ത് വേണം? എനിക്ക് സമർപ്പിക്കുക. മയി സർവാണി കർമാണി, ലാഭത്തിലുള്ള ആഗ്രഹമില്ലാതെയും പിന്നെയോ ഉടമസ്ഥാവകാശം അവകാശപ്പെടാതെയും അലസതയിൽ നിന്നും മാനസിക ജ്വരത്തിൽ നിന്നും മോചിതനായും യുദ്ധം ചെയ്യുക. അപ്പം ഈ ശ്ലോകം ഭഗവത്ഗീതയുടെ ഉദ്ദേശം വളരെ വ്യക്തമായി പ്രകടിപ്പിക്കുന്ന ശ്ലോകമാണെന്ന് പ്രഭുപാദർ പറയുന്നു. എന്താണ് പറയുന്നത്? നിന്റെ ജോലി ഉപേക്ഷിക്കുക എന്നല്ല ഭഗവാൻ അർജുനനോട് പറയുന്നത്, അല്ലേ? അർജുനനോട് അങ്ങനെ പറയുന്നില്ല. എന്താണ് പറയുന്നത്? നിന്റെ എല്ലാ പ്രവർത്തനങ്ങളും എനിക്ക് സമർപ്പിച്ചുകൊണ്ട് നിന്റെ കർത്തവ്യം ചെയ്യൂ അർജുന എന്നാണ് പറയുന്നത്. അപ്പം ഈ ശ്ലോകത്തിൽ 5 പ്രധാന നിർദ്ദേശങ്ങളുണ്ട്. ഈ ശ്ലോകത്തിൽ 5 പ്രധാന നിർദ്ദേശങ്ങളാണുള്ളത്. ഒന്നാമത്തത് എന്താണ്? മയി സർവാണി കർമാണി. എന്താണത്? എല്ലാ പ്രവർത്തനങ്ങളും കൃഷ്ണന് സമർപ്പിച്ചുകൊണ്ട് ചെയ്യുക. ചില ആത്മീയ പ്രവർത്തനങ്ങൾ മാത്രം കൃഷ്ണന് സമർപ്പിച്ച് ബാക്കിയുള്ള ജീവിതം സ്വന്തം ഇഷ്ടപ്രകാരം നയിക്കണമെന്നല്ല ഇവിടെ പറയുന്നത്, അല്ലേ? എന്തൊക്കെയാണ്? ജപം കൃഷ്ണന് വേണ്ടി, ജോലി കൃഷ്ണന് വേണ്ടി, പാചകം കൃഷ്ണന് വേണ്ടി, പിന്നെ കുടുംബ സംരക്ഷണം കൃഷ്ണന് വേണ്ടി, പഠനം കൃഷ്ണന് വേണ്ടി, സമ്പാദ്യം കൃഷ്ണൻ നൽകിയ ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കാൻ വേണ്ടിയിട്ട്, വിശ്രമം പോലും ശരീരത്തെ കൃഷ്ണസേവയ്ക്ക് യോഗ്യമാക്കി നിലനിർത്താൻ. ഇങ്ങനെ ജീവിതത്തിൻ്റെ കേന്ദ്രം എല്ലാവരും എന്താരാക്കണം? കൃഷ്ണനാകണം എന്നാണ് പറയുന്നത്. അപ്പം ഇങ്ങനെ ജീവിതത്തിൻ്റെ കേന്ദ്രം കൃഷ്ണനാക്കണം എന്നാണ് പറയുന്നത്. അപ്പം രണ്ടാമത്തെ വാക്കെന്താണ് ഇവിടെ പറയുന്നത്? അധ്യാത്മചേതസ, അല്ലെ? ആത്മീയ ബോധത്തോടെ പ്രവർത്തിക്കുക. എന്താണ് ആത്മീയ ബോധം എന്ന് പറയുന്നത്? ഞാൻ ഈ ശരീരമല്ല, ഞാൻ കൃഷ്ണൻ്റെ നിത്യദാസനാണ്. എൻ്റെ ശരീരവും കഴിവുകളും കുടുംബവും സമയവും കൃഷ്ണൻ ഏൽപ്പിച്ചവയാണ്. ഈ ബോധത്തോടെ പ്രവർത്തിക്കുമ്പോൾ സാധാരണ ജോലി എന്തായിട്ട് മാറും? ആത്മീയ പ്രവർത്തനമായിട്ട് മാറും. മൂന്നാമത് നിരാശി. എന്താണത്? സ്വാർത്ഥമായ ഫലപ്രതീക്ഷയില്ലാതെ പ്രവർത്തിക്കുക. ഇതിൻ്റെ അർത്ഥം ശമ്പളം സ്വീകരിക്കരുത് എന്നല്ല, പിന്നെയോ ജോലി ചെയ്താൽ ശമ്പളം ലഭിക്കും, ആ ശമ്പളം കുടുംബത്തെ സംരക്ഷിക്കാൻ ഉപയോഗിക്കാം. എന്നാൽ എൻ്റെ ജോലിയുടെ ഏക ലക്ഷ്യം എൻ്റെ ആഡംബരവും ഇന്ദ്രിയ സുഖമാണ് എന്ന ബോധം ഉപേക്ഷിച്ചുകൊണ്ട് വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെ ചിന്തിക്കുമ്പോൾ എന്താണ് പറ്റുന്നത്? ഫലം കൃഷ്ണൻ്റെ സ്വത്താണെന്ന് മനസ്സിലാക്കി ഉത്തരവാദിത്വത്തോടെ വേണം ആ
പൈസ വിനിയോഗിക്കാൻ വേണ്ടിയിട്ട്. അപ്പം നാലാമതെന്താണ് പറയുന്നത്? നിർമ്മമ, എൻ്റേത് എന്ന തെറ്റായ ഉടമസ്ഥബോധം ഉപേക്ഷിക്കുക. എന്തൊക്കെയാണത്? എൻ്റെ വീട്, എൻ്റെ പണം, എൻ്റെ കുട്ടികൾ, എൻ്റെ കഴിവ്, അല്ലേ, എൻ്റെ സേവ, എൻ്റെ സത്സംഗം, എൻ്റെ അനുയായികൾ, എല്ലാം എൻ്റെ എന്ന് എന്താണ് അവിടെ വളരുന്നത്? അഹങ്കാരം വളരും. മറിച്ച് യഥാർത്ഥമായ ബോധം എന്താണ്? ഇവയെല്ലാം കൃഷ്ണൻ്റേതാണ്, കുറച്ച് കാലത്തേക്ക് എനിക്ക് കൈകാര്യം ചെയ്യാൻ ഏൽപ്പിച്ചിരിക്കുകയാണ് ഭഗവാൻ. അതാണ് യഥാർത്ഥ ബോധം എന്ന് പറയുന്നത്. പ്രഭുപാദര് ഇവിടെ ഒരു കാഷ്യറുടെ ഉദാഹരണം നൽകുന്നുണ്ട്. അപ്പം ഒരു സ്ഥാപനത്തിലെ കാഷ്യർ, അക്കൗണ്ടൻ്റ് കോടിക്കണക്കിന് രൂപ ദിവസവും എണ്ണുന്നുണ്ട്. പണം അദ്ദേഹത്തിൻ്റെ കയ്യിലൂടെ വന്നു പോകുന്നു. അവനത് കൃത്യമായി കണക്കാക്കുന്നുമുണ്ട്. എന്നാൽ ഇതെല്ലാം എൻ്റേതാണ് എന്ന് ഒരിക്കലും പറയുന്നില്ല. അങ്ങനെ പറഞ്ഞൊരു ഭാഗം വീട്ടിലേക്ക് കൊണ്ടുപോയാൽ അവൻ സത്യസന്ധനായിട്ടുള്ള ഒരു ക്യാഷ്യറാവുകയില്ല. അതുപോലെ നമ്മുടെ കൈവശമുള്ള സമ്പത്ത്, കഴിവ്, ശരീരം, സമയം എന്നിവയുടെ യഥാർത്ഥ ഉടമ ആരാണ്? ഭഗവാനാണ്, കൃഷ്ണനാണ്. നമ്മൾ ഒന്നിൻ്റെയും ഉടമകളല്ല എന്നുള്ള ബോധം വേണം? എപ്പോഴും ഉണ്ടാവണം. ആ ബോധം ഉണ്ടാവണമെങ്കിൽ എന്താണ്? ആത്മീയ ബോധം നമുക്ക് ഉയരണം. ഞാൻ ഇനി ശരീരമല്ല, ഞാൻ ഭഗവാന്റെ നിത്യദാസനായിട്ടുള്ള ആത്മാവാണ്, അല്ലേ? ആ ഒരു ബോധം നമുക്ക് എപ്പോഴും ഉണ്ടാകണം. ഈ ശരീരം എന്ന് പറയുന്നത് പഴകിയ ഉടുപ്പുകൾ മാറി പുതിയവ അണിയുന്നത് പോണക്ക് നമുക്ക് ഈ ഭൂമിയിൽ നിൽക്കാൻ വേണ്ടിയിട്ട് താൽക്കാലികമായിട്ട് കിട്ടിയിരിക്കുന്നതാണ് ശരീരം. അതുകൊണ്ട് നമ്മൾ ശരീരബോധം നമ്മൾ ഉപേക്ഷിക്കണം. നമ്മൾ ഒന്നിൻ്റെ ഉടമസ്ഥരല്ല, എല്ലാത്തിൻ്റെ ഉടമ ആരാണ്? ഭഗവാൻ കൃഷ്ണനാണ്. ഇനി അഞ്ചാമത് എന്താണ് പറയുന്നത്? വിഗതജ്വര, മാനസിക ജ്വരം ഉപേക്ഷിക്കുക. എന്താണത്? ശരീരത്തിന് ജ്വരം വന്നാൽ സ്വാഭാവികമായി പ്രവർത്തിക്കാൻ വേണ്ടിയിട്ട് കഴിയുകയില്ല. അതുപോലെ മനസ്സിന് ജ്വരം വന്നാൽ കർത്തവ്യം ശരിയായി ചെയ്യാൻ കഴിയുകയില്ല. അപ്പം മാനസിക ജ്വരം എന്ന് പറയുന്നത് എന്താണ്? ഫലം എന്താണ്? ആളുകൾ എന്നെ പ്രശംസിക്കുമോ, അല്ലേ? മറ്റൊരാൾ എന്നേക്കാൾ മുന്നിലെത്തുമോ? എനിക്ക് അംഗീകാരം ലഭിക്കുമോ, അല്ലേ? ഞാൻ പരാജയപ്പെട്ടാൽ എന്ത് ചെയ്യും? എന്തുകൊണ്ട് ഈ ജോലി എനിക്ക് മാത്രം കിട്ടി? ഈ ചിന്തകളാണെന്ത് നമ്മുടെ മനസ്സിനെ ക്ഷീണിപ്പിക്കുന്നത്. അപ്പം ഭഗവാൻ എന്താണ് പറയുന്നത്? എനിക്ക് സമർപ്പിച്ച് കർത്തവ്യം ചെയ്യുക, എല്ലാം എനിക്കായിട്ട് അർപ്പിച്ച് കർത്തവ്യം ചെയ്യുക. കാരണം എന്തുകൊണ്ടാ? ഫലം എൻ്റെ കയ്യിലാണ്, അല്ലേ? എല്ലാത്തിൻ്റെ ഫലം ഭഗവാന്റെ കയ്യിലാണ്. ഭഗവാൻ അറിയാതെ ഒരു ചരാചരവും ഇവിടെ ചലിക്കുന്നില്ല. അപ്പോൾ ഈ ചിന്തകളെല്ലാം മാറ്റിവെക്കണം എന്നാണ് ഭഗവാൻ പറയുന്നത്. അപ്പം ഇതെല്ലാം ചിന്തകളും മാറ്റി വെച്ചിട്ട് കർത്തവ്യം ഭഗവാനിൽ അർപ്പിച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. കാരണം ഫലം ഭഗവാന്റെ കയ്യിലാണ്. ആറാമത്തെ വാക്ക് എന്താണ്? യുദ്ധസ്വ. എന്താണ്? യുദ്ധം ചെയ്യുക. ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം കൃഷ്ണന് സമർപ്പിച്ചതിന് ശേഷം അർജുനനോട് എന്താണ് പറയുന്നത്? കൃഷ്ണന് സമർപ്പിച്ചതിന് ശേഷം അർജുനനോട് ഇനി പ്രവർത്തിക്കേണ്ട എന്നല്ല പറഞ്ഞത്, അല്ലേ? എന്ന് ഭഗവാൻ പറഞ്ഞില്ല. എന്താണ് പറഞ്ഞത്? യുദ്ധസ്വ. യുദ്ധം ചെയ്യുക. യുദ്ധം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഭഗവാൻ പറഞ്ഞത്. അല്ലാതെ എല്ലാം എനിക്ക് അർപ്പിച്ചതിന് ശേഷം മാറിയിക്കാൻ വേണ്ടിയിട്ടല്ല പറഞ്ഞത്. എല്ലാം എനിക്കായി അർപ്പിച്ചതിന് ശേഷം എനിക്ക് വേണ്ടിയിട്ടെന്നുള്ള രീതിയിൽ യുദ്ധം ചെയ്യുക. അതുകൊണ്ടാണ് പറയുന്നത് നമ്മൾ എന്ത് ചെയ്താലും ആ ഭഗവാന് വേണ്ടിയിട്ടാണ് എന്നുള്ള രീതിയിൽ കർമ്മം ചെയ്യാനാണ് പറയുന്നത്. അല്ലാതെ ഭഗവാനെല്ലാം അർപ്പിച്ചതിന് ശേഷം മാറി നിൽക്കാനല്ല പറയുന്നത്. അപ്പം അർജുനെ സംബന്ധിച്ചിടത്തോളം അർജുനൻ്റെ പ്രശ്നം എന്തായിരുന്നു? അർജുനൻ്റെ പ്രശ്നം യുദ്ധമായിരുന്നില്ല. പിന്നെ എന്തായിരുന്നു? കൃഷ്ണനിൽ നിന്ന് മാറി, കൃഷ്ണനിൽ നിന്ന് സ്വതന്ത്രമായി സ്വന്തം മനസ്സിനനുസരിച്ച് നിൽക്കാൻ തീരുമാനിച്ചതാണെന്നല്ലേ? അല്ലെങ്കിൽ സ്വന്തം മനസ്സിനനുസരിച്ച് നിൽക്കാൻ തീരുമാനിച്ചതായിരുന്നത് അർജുനൻ്റെ പ്രശ്നം, അല്ലേ? കൃഷ്ണനിൽ നിന്ന് സ്വതന്ത്രമായി സ്വന്തം മനസ്സനുസരിച്ച് തീരുമാനിക്കാൻ ശ്രമിച്ചതായിരുന്നു ആരുടെ പ്രശ്നം? അർജുനൻ്റെ പ്രശ്നം. അല്ലാതെ അർജുനൻ്റെ പ്രശ്നം, യഥാർത്ഥ പ്രശ്നം
യുദ്ധമായിരുന്നില്ല. അപ്പം കൃഷ്ണാവബോധം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഒരു ആത്മീയത എന്ന് പറയുന്നത് എന്ത്? ഉത്തരവാദിത്വത്തിൽ നിന്നുള്ള ഒളിച്ചോട്ടമല്ല, മറിച്ച് എന്താണ്? ആ ഉത്തരവാദിത്വം എന്ത്? കൃഷ്ണസേവയ്ക്കായിട്ട് മാറ്റലാണ് യഥാർത്ഥ രീതിയിലുള്ള കൃഷ്ണാവബോധം എന്ന് പറയുന്നത്. അപ്പം ശ്രീല പ്രഭുപാദർ പറയുന്നത്, അർജുനൻ കൃഷ്ണനെ തൻ്റെ സൈനികനായി സ്വീകരിച്ച് ഉത്തരവ് അനുസരിക്കേണ്ടിയിരുന്നു എന്നാണ്, അല്ലേ? അപ്പം അർജുനൻ എന്താണ്? കൃഷ്ണനെ തൻ്റെ സൈനികനായി സ്വീകരിച്ച് ഉത്തരവ് അനുസരിക്കേണ്ടി ഇരുന്നുവെന്നാണ്. സ്വന്തം ബന്ധുക്കളെക്കുറിച്ചുള്ള ശാരീരിക ബന്ധിത കണക്കുകൂട്ടലുകൾക്ക് പകരം കൃഷ്ണൻ്റെ ഇഷ്ടത്തിന് എന്ത് വേണം? കീഴടങ്ങണം. ഭഗവാൻ എന്താണോ ആഗ്രഹിക്കുന്നത് അതിനനുസരിച്ചാണെന്ത് അർജുനൻ നിൽക്കേണ്ടത് എന്നാണ് പറയുന്നത്. അതിനനുസരിച്ച് കൃഷ്ണൻ്റെ ഇഷ്ടത്തിന് കീഴടങ്ങണം അവിടെ അർജുനൻ. ഒരു ശസ്ത്രക്രിയ നടത്തുന്ന ഡോക്ടർ, അപ്പം ഒരു ഡോക്ടർക്ക് വളരെ അടുത്ത ബന്ധുവിനാണ് ശസ്ത്രക്രിയ നടത്തേണ്ടത്. ഒരു ഉദാഹരണമാണ്. അപ്പം ബന്ധുവിൻ്റെ ശരീരം എന്ത് വേണം? മുറിക്കേണ്ടി വരും, രക്തം കാണേണ്ടി വരും. പിന്നെയോ ഡോക്ടർ ആ സമയത്ത് വികാരാധീനനാകും, അല്ലേ? ഇയാളെ എനിക്ക് വളരെ ഇഷ്ടമാണ്, അതുകൊണ്ട് ശസ്ത്രക്രിയ ഞാൻ ചെയ്യില്ല എന്ന് പറഞ്ഞാൽ ആ രോഗി രക്ഷപ്പെടുമോ? ശസ്ത്രക്രിയ പുറമേ നോക്കിക്കഴിഞ്ഞാൽ വളരെ വേദനാജനകമാണ്. എന്നാൽ ഒരു ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്? ആ ശസ്ത്രക്രിയ ചെയ്യുന്നത്. അതുപോലെ അർജുനൻ്റെ യുദ്ധം വ്യക്തിപരമായ വൈരാഗ്യത്തിനായിരുന്നില്ല. പിന്നെയോ കൃഷ്ണൻ്റെ നിർദ്ദേശപ്രകാരം ധർമ്മം പുനഃസ്ഥാപിക്കാൻ വേണ്ടിയിട്ടുള്ള കർത്തവ്യമായിരുന്നത് അർജുനൻ്റെ യുദ്ധം. അപ്പോൾ അതുകൊണ്ട് ആ പ്രവർത്തനം പുറമേ കടുത്തതായി തോന്നിയാലും എന്താണ് അവിടെ നിർണായകമാകുന്നത്? പുറമേ പലതും തോന്നാം, അല്ലേ? പലരും പറയാം യുദ്ധം ചെയ്യുന്നു, ബന്ധുക്കളെ കൊല്ലുന്നു, ഇത്രയും പേര് മരിക്കുന്നു, പല പല പരിപാടികൾ പറയാം. പക്ഷെ എന്നാലും എന്താണ് അവിടെ കൃഷ്ണൻ്റെ നിർദ്ദേശമുണ്ടായിരുന്നോ എന്താണ് പ്രധാനം. അതാണ് അവിടെ നിർണായകമാകുന്നത്. അപ്പോൾ നമ്മളെ സംബന്ധിച്ചും എന്ത് വേണം? നമ്മളൊരു ജോലി എല്ലാം ചെയ്യുന്നതിന് മുമ്പ് മനസ്സിൽ നമുക്ക് പറയാം, അല്ലേ? ഒരു ജോലി ആരംഭിക്കുന്നതിന് മുമ്പും ഒക്കെ ദിവസേന പറയാവുന്ന ഒരു പ്രാർത്ഥന നമ്മൾ പറഞ്ഞില്ലേ, എല്ലാം ഭഗവാനിൽ അർപ്പിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് പറഞ്ഞില്ലേ? നമ്മളെന്താണ് ചെയ്യേണ്ടത്? ഓരോ പ്രവൃത്തി ചെയ്യേണ്ട സമയത്തും എന്ത് വേണം? ഹേ കൃഷ്ണ, ഈ പ്രവർത്തനം അങ്ങയുടെ സേവയായി നിർവഹിക്കാൻ ഞാൻ ശ്രമിക്കുന്നു. ഫലത്തിൻ്റെ യഥാർത്ഥ ഉടമ അങ്ങാണ്. എൻ്റെ അഹങ്കാരവും സ്വാർത്ഥതയും നീക്കി അങ്ങയെ പ്രസാദിപ്പിക്കുന്ന വിധം പ്രവർത്തിക്കുവാനുള്ള ബുദ്ധി എനിക്ക് നൽകണമേ. ജോലി മാറ്റേണ്ടതിന് മുമ്പ് ജോലിയുടെ കേന്ദ്രം മാറ്റുക. എനിക്ക് വേണ്ടി എന്നതിൽ നിന്ന് കൃഷ്ണന് വേണ്ടി, അല്ലെങ്കിൽ കൃഷ്ണന് വേണ്ടി എന്നതിലേക്ക് മാറ്റുക, അല്ലെങ്കിൽ കൃഷ്ണന് വേണ്ടി എന്നതിലേക്ക് നമ്മൾ ജോലി മാറുക. മനസ്സിലായോ? എന്താണ് നമുക്ക് ദിവസേന ഭഗവാനോട് പറയാവുന്ന ഒരു പ്രാർത്ഥന എന്ന് പറയുന്നത്? ഹേ കൃഷ്ണ, ഈ പ്രവർത്തനം അങ്ങയുടെ സേവയായി നിർവഹിക്കാൻ ഞാൻ ശ്രമിക്കുന്നു. ഫലത്തിൻ്റെ യഥാർത്ഥ ഉടമ അങ്ങാണ്. എൻ്റെ അഹങ്കാരവും സ്വാർത്ഥതയും നീക്കി അങ്ങയെ പ്രസാദിപ്പിക്കുന്ന വിധം പ്രവർത്തിക്കുവാനുള്ള ബുദ്ധി എനിക്ക് നൽകണമേ. ജോലി മാറ്റേണ്ടതിന് മുമ്പ് ജോലിയുടെ കേന്ദ്രം മാറ്റുക. എനിക്ക് വേണ്ടി എന്നതിൽ നിന്ന് കൃഷ്ണന് വേണ്ടി എന്നതിലേക്ക് മാറുക. എല്ലാം കൃഷ്ണന് വേണ്ടി ചെയ്യുകയാണ് എന്ന രീതിയിൽ നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും ചെയ്യുക. അപ്പം കൃഷ്ണൻ്റെ ഈ നിർദ്ദേശം വിശ്വാസത്തോടെ അനുസരിക്കുന്നവർക്ക് എന്താണ് ലഭിക്കുക? അവർ പൂർണ്ണരല്ലെങ്കിലും പ്രതീക്ഷയുണ്ടോ? അപ്പം ഈ അടുത്ത ശ്ലോകത്തിൽ ഭഗവാൻ വലിയൊരു ആശ്വാസം നൽകുകയാണ് ചെയ്യുന്നത്. 31-ാമത്തെ ശ്ലോകം എന്താണ്? യേ മേ മതമിതം നിത്യം അനുദിഷ്ടന്തി മാനവ ശ്രദ്ധാവന്തോ അനസൂയന്തോ മുഷ്യന്തേ തു അഭി കർമ്മഭി. എൻ്റെ നിർദ്ദേശങ്ങൾക്കനുസരിച്ച്
തങ്ങളുടെ കർത്തവ്യങ്ങൾ നിർവഹിക്കുകയും വിശ്വാസത്തോടെയും അസൂയയില്ലാതെയും ഈ ഉപദേശം പിന്തുടരുകയും ചെയ്യുന്നവർ കർമ്മഫലങ്ങളുടെ ബന്ധനത്തിൽ നിന്ന് മോചിതരാകുന്നു. എൻ്റെ നിർദ്ദേശങ്ങൾക്കനുസരിച്ച്, ഭഗവാന്റെ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് കർത്തവ്യങ്ങൾ നിർവഹിക്കുകയും, എങ്ങനെയാണ് നിർദ്ദേശം? എല്ലാം എനിക്കായി അർപ്പിച്ച് ചെയ്യുക. പിന്നെ വിശ്വാസത്തോടെയും അസൂയയില്ലാതെയും ഈ ഉപദേശം പിന്തുടരുകയും ചെയ്യുന്നവർ എന്താണ്? കർമ്മഫലങ്ങളുടെ ബന്ധനത്തിൽ നിന്ന് മോചിതരാകുന്നു. അവർക്ക് ഒരു ബന്ധനങ്ങളും ഉണ്ടാകുന്നില്ല. അല്ലേ? എല്ലാം ഭഗവാനിൽ അർപ്പിച്ച് ചെയ്തു കഴിഞ്ഞാൽ എന്താണ്? ആ ഒരു ബന്ധനവും നമുക്ക് കയറുന്നില്ല. കാരണം എന്താണ്? എല്ലാം ഭഗവാൻ അർപ്പിച്ചാണ് ചെയ്യുന്നത്. ഭഗവാന് വേണ്ടിയിട്ട് ചെയ്യുന്ന ഒന്നിനും പാപഫലങ്ങളോ അല്ലെങ്കിൽ എന്താണ് പുണ്യമോ ഒന്നും ഉണ്ടാകുന്നില്ല. അപ്പോൾ ഈ ശ്ലോകത്തിൽ 3 പ്രധാനമായിട്ടുള്ള പദങ്ങളാണുള്ളത്. എന്തൊക്കെയാണ്? നിത്യം, ശ്രദ്ധാവന്ത, അനസൂയന്ത. അപ്പം നിത്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കെല്ലാം അറിയാം എന്താണ്? സ്ഥിരമായി, അല്ലേ? സ്ഥിരമായി ആത്മീയ ജീവിതം ഒരു ദിവസത്തെ ആവേശമല്ല. അപ്പം നിത്യം എന്ന് പറയുന്നത് സ്ഥിരമായി. അപ്പം ആത്മീയ ജീവിതം എന്ന് പറയുന്നത് ഒരു ദിവസത്തെ ആവേശമല്ല. ഒരു ദിവസം 10 മാല ജപിക്കുകയും അടുത്ത 10 ദിവസം ഒരു മാല പോലും ജപിക്കാതിരിക്കുകയും ചെയ്യുന്നത് അത് സ്ഥിരമല്ല, അതിന് സ്ഥിരതയില്ല. പിന്നെ ഒരു ആഴ്ച വലിയ ആവേശത്തോടെ ക്ലാസ്സിൽ പങ്കെടുക്കുകയും പിന്നീട് 3 മാസങ്ങളോളം വിട്ടുനിൽക്കുകയും ചെയ്യുന്നത് പുരോഗതിയുടെ മാർഗവുമല്ല. പിന്നെ മറിച്ച് എന്താണ്? ചെറുതായാലും സ്ഥിരമായി പരിശീലനമാണെന്ത്? ചെറുതായാലും സ്ഥിരമായിട്ടുള്ള പരിശീലനമാണ് നമ്മുടെ ഹൃദയം ശുദ്ധീകരിക്കുന്നത്. അപ്പം അടുത്ത വാക്കെന്താണ് പറയുന്നത്? ശ്രദ്ധാവന്ത, അല്ലേ? വിശ്വാസത്തോടെ എല്ലാം പൂർണ്ണമായി മനസ്സിലായതിനു ശേഷം മാത്രമേ ഞാൻ അനുഷ്ഠിക്കൂ എന്ന് പറഞ്ഞാൽ പുരോഗതി വൈകും. പിന്നെയോ ആധികാരികനായിട്ടുള്ള ഗുരുവിൻ്റെയും ശാസ്ത്രത്തിൻ്റെയും നിർദ്ദേശം വിശ്വാസത്തോടെ അനുഷ്ഠിക്കണം. അപ്പം അനുഷ്ഠിക്കുന്ന സമയത്ത് എന്ത് പറ്റും? അനുഭവത്തിലൂടെ അറിവ് കൂടുതൽ ഉറപ്പാകും. അപ്പോൾ എനിക്കെല്ലാം മനസ്സിലെല്ലാം കിട്ടിയതിന് ശേഷമേ ഞാൻ തുടങ്ങൂ എന്ന് കരുതിയിട്ട് മാറി നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ ഉണ്ടാവില്ല, അതിനുള്ള പുരോഗതിയും വൈകും. മൂന്നാമതെന്താണ് പറയുന്നത്? അനസൂയന്ത, അസൂയയില്ലാതെ. അത് ഏറ്റവും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ഭക്തിയിൽ അസൂയ. അപ്പോൾ പുറമേ ആയാലും നമ്മൾ ഒരാളുടെ അസൂയ എന്ന് പറയുന്നത് നമ്മളെ പിന്നോട്ട് വലിക്കുന്ന ഒരു സംഗതിയാണ്. അപ്പോൾ ഇവിടെ അത് പറയുന്നത് അനസൂയന്ത, അസൂയയില്ലാതെ. ഏറ്റവും ഏതാണ്? ഭഗവാന്റെ സ്ഥാനത്തോട് അസൂയപ്പെടുകയും ചെയ്യരുത്. നമ്മൾ ആ ഒരു അസൂയ മുകളിൽ വെച്ച് കാണുന്നതിൻ്റെ ഫലമാണ് നമ്മളിവിടെ ജനിക്കേണ്ടതായിട്ട് വരുന്നത്. അതുകൊണ്ടാണ് ഈ ഭഗവത്ഗീതയിൽ ഇമാതിരി നിർദ്ദേശങ്ങൾ ഭഗവാൻ നൽകുന്നത്. അല്ലേ? നമ്മൾ ചിലപ്പോൾ അസൂയ മൂത്തിട്ട് എന്ത് ചിന്തിക്കും? നമ്മൾ കൃഷ്ണൻ എന്തുകൊണ്ട് എനിക്ക് നിർദ്ദേശം നൽകണം? കൃഷ്ണൻ എന്തിനാണ് എന്നെ നിർദ്ദേശിക്കുന്നത്? അല്ലെങ്കിൽ അത് ഞാൻ എന്തിനാണ് അനുസരിക്കുന്നത്? എൻ്റെ ജീവിതം ഞാൻ തീരുമാനിക്കും, അല്ലേ? കൃഷ്ണൻ ആരാണിത് പറയാൻ? എൻ്റെ ബുദ്ധിക്ക് അംഗീകരിക്കാൻ കഴിയുന്നത് മാത്രമേ ഞാൻ സ്വീകരിക്കും. ആ മനോഭാവം എന്ത് പറ്റും? ആത്മീയ പുരോഗതിയെ തടയും എന്നാണ് പറയുന്നത്. അവിടെ മനസ്സിലാക്കേണ്ടത് എന്താണ്? കൃഷ്ണൻ ഇതൊക്കെ പറയുന്നതും കൃഷ്ണൻ ഇതൊക്കെ നിയന്ത്രിക്കുന്നത് എന്തിനാണ്? സ്വന്തം ലാഭം നേടാൻ ഉപദേശിക്കുന്നില്ല, അല്ലേ? കൃഷ്ണൻ നമ്മെ നിയന്ത്രിച്ചിട്ട് എന്താണ്? സ്വന്തം ലാഭം നേടാൻ ഉപദേശിക്കുന്നില്ല. നമ്മെ കർമ്മബന്ധനത്തിൽ നിന്ന് മോചിപ്പിക്കാനാണ് ആര്? ഭഗവാൻ ഉപദേശിക്കുന്നത്. അപ്പം പ്രഭുപാദര് ഇതിൻ്റെ ഭാവാർത്ഥത്തിൽ ഒരു കാര്യം പറയുന്നുണ്ട്. അപ്പോൾ ഒരു സാധാരണ വ്യക്തിക്ക് ആരംഭത്തിൽ കൃഷ്ണൻ്റെ നിർദ്ദേശങ്ങളെ പൂർണ്ണമായി അനുഷ്ഠിക്കാൻ കഴിയാതിരിക്കാം. പലപ്പോഴും വീഴ്ചയുണ്ടാകാം. ജപത്തിൽ ശ്രദ്ധിക്കാതിരിക്കാം. ജപിക്കുന്ന സമയത്ത് ആ ശ്രദ്ധ മാറാം. നിയമങ്ങൾ പാലിക്കുന്നതിൽ ചിലപ്പം ബുദ്ധിമുട്ടുണ്ടാകാം. എന്നാൽ അവനെന്താണ്? കൃഷ്ണൻ്റെ ഉപദേശത്തോട് അസൂയപ്പെടാതെ, പരാജയത്തിൽ നിരാശനാകാതെ ആത്മാർത്ഥമായി തുടരുകയാണെങ്കിൽ ക്രമേണ ശുദ്ധമായിട്ടുള്ള കൃഷ്ണാവബോധത്തിലേക്ക് ആ ഒരു വ്യക്തി ഉയരും. അതുകൊണ്ട് പരിപൂർണനായതിനു ശേഷം അല്ല ഭക്തി തുടങ്ങേണ്ടത്. ഭക്തി തുടങ്ങിയാൽ തന്നെ ക്രമേണ
ശുദ്ധീകരണവും അതിൻ്റെ വഴിക്ക് വന്നു ചേരും. അപ്പം ഒരു കുഞ്ഞ് നടക്കാൻ പഠിക്കുന്നു അല്ലേ, ആദ്യമായിട്ട് എഴുന്നേറ്റ് നിൽക്കുന്നു, പിന്നീട് അത് വീഴുന്നു, വീണ്ടും എഴുന്നേൽക്കുന്നു, വീണ്ടും വീഴുന്നു. അപ്പം മാതാവ് എന്ത് പറയും? നീ ഒരിക്കൽ വീണ് ഇനി ഒരിക്കലും നടക്കാൻ ശ്രമിക്കരുത് എന്ന് പറയുമോ? ഇല്ല. മാതാവ് എന്ത്? കൈ പിടിച്ചിട്ട് വീണ്ടും നടത്ത്. കുഞ്ഞ് വീണാലും നടക്കാനുള്ള പ്രക്രിയയെ നിരസിക്കുന്നില്ല അവിടെ. അതുപോലെ നമ്മുടെ ആത്മീയ പരിശീലനത്തിൽ എന്താണ്? ചിലപ്പോൾ വീഴ്ചകൾ സംഭവിക്കാം, എന്നാൽ ഇത് പ്രവർത്തിക്കുന്നില്ല അല്ലെങ്കിൽ ഇത് ഫലവത്തല്ല എന്ന് പറഞ്ഞ് കൃഷ്ണൻ്റെ നിർദ്ദേശം നമ്മൾ ഉപേക്ഷിക്കരുത്. വീണ്ടും എഴുന്നേൽക്കണം അല്ലേ, വീണ്ടും ജപിക്കണം, വീണ്ടും ക്ലാസ്സിൽ പങ്കെടുക്കണം, വീണ്ടും സേവ ചെയ്യണം. പരാജയപ്പെട്ടത് ആത്മീയ ജീവിതത്തിൻ്റെ അവസാനമല്ല. ശ്രമം ഉപേക്ഷിക്കുന്നതാണ് എന്ത്? യഥാർത്ഥ പരാജയം എന്ന് പറയുന്നത് അല്ലേ. പരാജയപ്പെട്ടത് ആത്മീയ ജീവിതത്തിൻ്റെ അവസാനമല്ല. പിന്നെയോ ശ്രമം ഉപേക്ഷിക്കുന്നതാണ് എന്ത്? യഥാർത്ഥ പരാജയം, ആത്മീയ പരാജയം എന്ന് പറയുന്നത്. അപ്പം വിശ്വാസത്തോടെയും അസൂയയില്ലാതെയും അനുഷ്ഠിക്കുന്നവരെന്ത്? കർമ്മബന്ധനത്തിൽ നിന്ന് മോചിതരാകും. എന്നാൽ കൃഷ്ണൻ്റെ ഉപദേശം അറിഞ്ഞിട്ടും അസൂയ കൊണ്ട് നിരസിക്കുന്നവരുടെ അവസ്ഥ എന്താണ്? അപ്പം അടുത്ത ശ്ലോകത്തിൽ ഭഗവാൻ അതിനെക്കുറിച്ച് ശക്തമായിട്ടുള്ള ഒരു മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. 32-ാമത്തെ ശ്ലോകം. യേ ത്വേതദഭ്യസൂയന്തോ നാനുതിഷ്ഠന്തി മേ മദം സർവജ്ഞാനാവിമൂഢാംസ്താൻ വിദ്ധി നഷ്ടാന ചേതസ. യേ ത്വേതദഭ്യസൂയന്തോ, എന്നാൽ അസൂയ കൊണ്ട് ഈ ഉപദേശങ്ങളെ അവഗണിക്കുകയും ഞാന് തിഷ്ഠന്തി മേമതം, അവയെ അവഗണിക്കുകയും അവയെ സ്ഥിരമായി അനുഷ്ഠിക്കാതിരിക്കുകയും ചെയ്യുന്നവൻ എല്ലാ ജ്ഞാനവും നഷ്ടപ്പെട്ടവരും പൂർണ്ണമായി മോഹിതരും ആത്മീയ പരിപൂർണതയ്ക്കായുള്ള പരിശ്രമത്തിൽ നശിച്ചവരുമാണെന്ന് അറിയുക അർജുന എന്നാണ് പറയുന്നത്. അപ്പം അസൂയ മൂത്തട്ട് ഭഗവാൻ എന്ത് ഭഗവത്ഗീത അല്ലേ, എന്ത് ഭാഗവതം, എന്ത് ക്ലാസ്, എന്ത് ഗുരു, ഇതൊക്കെ എന്ത്? അസൂയ കൊണ്ട് ഉപദേശങ്ങളെ, അവർ നൽകുന്ന ഉപദേശങ്ങളെ അവഗണിക്കുകയും അവയെ സ്ഥിരമായി അനുഷ്ഠിക്കാതിരിക്കുകയും ചെയ്യുന്നവരെന്ത്? എല്ലാ ജ്ഞാനവും നഷ്ടപ്പെട്ടവരും പൂർണ്ണമായി മോഹിതരും ആത്മീയ പരിപൂർണതയ്ക്കായുള്ള പരിശ്രമത്തിൽ നശിച്ചവരുമാണെന്ന് അറിയുക. അപ്പം ഈ ഒരു ശ്ലോകം എന്ന് പറയുന്നത് വളരെ ശക്തമായിട്ടുള്ള ശ്ലോകമാണ്. ഭഗവാൻ കൃഷ്ണൻ്റെ ഉപദേശം മനസ്സിലാക്കാൻ ശ്രമിക്കുന്ന ഒരാൾക്ക് സ്വാഭാവികമായിട്ടും സംശയങ്ങളുണ്ടാകാം. അത് തെറ്റല്ല. അർജുനനും നിരവധി ചോദ്യങ്ങൾ ഭഗവാനോട് ചോദിച്ചിരുന്നു. പക്ഷേ അർജുനൻ കൃഷ്ണനെ തോൽപ്പിക്കാനോ കുറ്റം കണ്ടെത്താനോ വേണ്ടിയിട്ടല്ല എന്ത് ഈ ചോദ്യങ്ങൾ ചോദിച്ചത്. എന്തിനു വേണ്ടിയിട്ടാണ് ചോദ്യങ്ങൾ ചോദിച്ചത്? സത്യം മനസ്സിലാക്കാനാണ് ചോദിച്ചത്. എന്താണ്? ആത്മാർത്ഥമായിട്ടുള്ള ചോദ്യം. അപ്പം കൃഷ്ണൻ്റെ ഈ നിർദ്ദേശം എങ്ങനെ മനസ്സിലാക്കാം? അസൂയ ഉള്ള ചോദ്യം എങ്ങനെയാണ്? ആത്മാർത്ഥമായ ചോദ്യം എന്ന് പറയുന്നത് കൃഷ്ണൻ്റെ ഈ നിർദ്ദേശങ്ങൾ എങ്ങനെ മനസ്സിലാക്കാം? അസൂയയുള്ള ചോദ്യം എങ്ങനെയാണ്? കൃഷ്ണന് എന്നോട് നിർദ്ദേശം നൽകാൻ എന്ത് അധികാരമാണുള്ളത്? ഇതാണ് വ്യത്യാസം. പ്രഭുപാദരിവിടെ പറയുന്നത് എന്താണ്? പരമാധികാരിയുടെ ഉത്തരവ് ലംഘിച്ചാൽ ശിക്ഷ ഉണ്ടാകുന്നത് പോലെ പരമപുരുഷനായിട്ടുള്ള ഭഗവാന്റെ നിർദ്ദേശം മനഃപൂർവ്വം നിരസിക്കുന്നതിനും പ്രതികരണം ഉണ്ടാകുമെന്നാണ് പറയുന്നത്. അത്തരമൊരു വ്യക്തിക്ക് വലിയ വിദ്യാഭ്യാസമോ പദവിയോ ഉണ്ടായാലും ആത്മാവിനെയും ഭഗവാനെയും പരമാത്മാവിനെയും യഥാർത്ഥത്തിൽ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് കഴിയില്ല എന്നാണ് പറയുന്നത്. ബ്രഹ്മനെയും പരമാത്മാവിനെയും ഭഗവാനെയും യഥാർത്ഥത്തിൽ മനസ്സിലാക്കാൻ കഴിയില്ല. അപ്പോൾ കൃഷ്ണാവബോധമില്ലാതെ ജീവിത പരിപൂർണത നേടാൻ പ്രതീക്ഷയില്ലെന്ന് അതിൻ്റെ ഭാവാർത്ഥത്തിൽ പറയുന്നുണ്ട്. അപ്പോൾ കൃഷ്ണാവബോധമില്ലാതെ എന്താണ്? ജീവിതത്തിന് പരിപൂർണത ഉണ്ടാവുകയില്ല. വിവരം മാത്രം മതിയാവില്ല. ഒരാൾക്ക് ഭഗവത്ഗീതയിലെ നിരവധി ശ്ലോകങ്ങൾ
മനഃപ്പാഠമായിരിക്കാം, സംസ്കൃതങ്ങൾ നന്നായി വായിക്കാൻ അറിയാം, വലിയ പ്രഭാഷണങ്ങൾ നടത്താം. എന്നാൽ കൃഷ്ണൻ്റെ നിർദ്ദേശം അനുസരിക്കാൻ തയ്യാറല്ലെങ്കിൽ ആ അറിവ് ഹൃദയത്തെ ശുദ്ധീകരിക്കത്തില്ല, അല്ലെങ്കിൽ ശുദ്ധീകരിച്ചിട്ടില്ല. അറിവിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത് മറ്റുള്ളവരെ തോൽപ്പിക്കലല്ല, സ്വന്തം ജീവിതം കൃഷ്ണൻ്റെ നിർദ്ദേശത്തിന് കീഴിൽ കൊണ്ടുവരികയാണ് ചെയ്യേണ്ടത്. അപ്പം ഒരു ഡോക്ടറുടെ ചെറിയ ഉദാഹരണം, ഡോക്ടറുടെ നിർദ്ദേശം. ഒരു രോഗിക്ക് ഗുരുതരമായ രോഗമുണ്ടായിരുന്നു. ഡോക്ടർ മരുന്നും ഭക്ഷണ നിയന്ത്രണവും നിർദ്ദേശിച്ചു. രോഗി ഡോക്ടറുടെ ബിരുദങ്ങൾ പരിശോധിച്ചു, മരുന്നിനെക്കുറിച്ചുള്ള പുസ്തകങ്ങൾ വായിച്ചു, ഡോക്ടറുടെ പ്രഭാഷണങ്ങളും കേട്ടു. പക്ഷേ മരുന്ന് മാത്രം കഴിച്ചില്ല, ഭക്ഷണ നിയന്ത്രണവും പാലിച്ചില്ല. ഡോക്ടറെക്കുറിച്ച് വളരെ വിവരങ്ങൾ അറിഞ്ഞിരുന്നു, എല്ലാം നോക്കിക്കണ്ട് മനസ്സിലാക്കിയിരുന്നു. എന്നാൽ ഡോക്ടറുടെ നിർദ്ദേശം അനുസരിച്ചില്ല. അപ്പോൾ അറിവ് കൊണ്ട് രോഗം മാറുമോ? അതുപോലെ ഭഗവത്ഗീതയെക്കുറിച്ചുള്ള വിവരം മാത്രം നമ്മെ മോചിപ്പിക്കില്ല. മറിച്ച് എന്ത് വേണം? കൃഷ്ണൻ്റെ നിർദ്ദേശം വിശ്വാസത്തോടുകൂടി അനുഷ്ഠിക്കണം. അപ്പം എന്താണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്? എന്താണ്? ഭഗവത്ഗീതയെക്കുറിച്ചുള്ള വിവരം മാത്രം നമ്മെ മോചിപ്പിക്കില്ല, മറിച്ച് കൃഷ്ണൻ്റെ നിർദ്ദേശം എന്ത് വേണം? വിശ്വാസത്തോടുകൂടി അനുഷ്ഠിക്കണം എന്നാണ് പറയുന്നത്. അപ്പോൾ ഇന്ന് പഠിച്ച ശ്ലോകങ്ങളിൽ എന്തൊക്കെയായിരുന്നുള്ളത്? ഭൗതിക പ്രകൃതിയാൽ മോഹിതരായവരെ വെറുക്കാതെ എന്ത് വേണം? കരുണയോടെ ക്രമേണ ഉയർത്തണം. 29ാമത്തെ ശ്ലോകം അല്ലേ? 30ാമത്തെ ശ്ലോകം എന്തായിരുന്നു? എല്ലാ പ്രവർത്തനങ്ങളും കൃഷ്ണന് സമർപ്പിച്ച് സ്വാർത്ഥമായ ഫലപ്രതീക്ഷയും ഉടമസ്ഥാബോധവും മാനസിക ജോരവും ഉപേക്ഷിച്ച് കർത്തവ്യം ചെയ്യണം. 31 എന്തായിരുന്നു? കൃഷ്ണൻ്റെ നിർദ്ദേശം വിശ്വാസത്തോടെയും അസൂയയില്ലാതെയും സ്ഥിരമായി അനുഷ്ഠിക്കുന്നവർ കർമ്മബന്ധനത്തിൽ നിന്ന് മോചിതരാകും. 32 എന്തായിരുന്നു? കൃഷ്ണൻ്റെ നിർദ്ദേശത്തോട് അസൂയപ്പെട്ട് അത് മനഃപൂർവ്വം നിരസിക്കുന്നവർക്ക് അറിവുണ്ടെന്ന് തോന്നിയാലും അവർ ജീവിത പരിപൂർണതയിൽ നിന്ന് അകന്നു പോകുന്നു എന്നാണ് പറയുന്നത്. അപ്പം ഇതായിരുന്നു ഇന്ന് നമ്മൾ പ്രധാനമായിട്ടും മനസ്സിലാക്കിയ സംഗതികൾ. ഇന്നത്തെ ക്ലാസ് നമുക്ക് ഇവിടെ വെച്ച് നിർത്താം. വീണ്ടും അടുത്ത ആഴ്ച കാണാം. ഹരേ കൃഷ്ണ.